ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞ് തനിക്ക് നഷ്ടപ്പെടാൻ കാരണം താൻ തന്നെയാണെന്നുള്ള കാര്യം അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി പറഞ്ഞ് നമ്മുടെ അനന്യ മുകളിലേക്ക് കയറി ഓടുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ അനിരുദ്ധ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുമ്പോൾ ദീപു ഒന്ന് ഞെട്ടി. ഹലോ പങ്കജ എന്നും പറഞ്ഞുകൊണ്ട് വേഗം ഫോൺ എടുത്തു. പങ്കജ വിളിച്ചത്. ഞാൻ പങ്കജനെ അങ്ങ് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പം ഇതൊക്കെ സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്ന ഡയലോഗല്ലേ എൻ്റെ അങ്കിളെ. അന്ന് എൻ്റെ കാല് പിടിച്ച് കുറച്ച് കാശൊക്കെ വാങ്ങിച്ചത് അങ്കിൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ മോനെ? അതിന് പകരമായിട്ട് എനിക്ക് ചെറിയൊരു സഹായം ചെയ്തു തരാം എന്ന് അങ്കിൾ ഏൽക്കുകയും ചെയ്തിരുന്നു. മറന്നുപോയോ? എൻ്റെ പങ്കജ ഞാനത് മറന്നിട്ടില്ല. നന്നായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പവും പൂജയായിട്ട് അടുക്കരുത്. അവന് പൂജയിൽ നിന്ന് അകറ്റണം. അതല്ലേ വേണ്ടത്? ആ കാര്യം ഞാൻ ഏറ്റെന്നേ. എന്തേറ്റെന്നാ ഈ പറയുന്നത്? അക്കാര്യം അപ്പുവായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് പറഞ്ഞു. സംസാരിച്ചിരുന്നെങ്കിലേ അപ്പു പൂജയായിട്ട് ഇന്ന് അവിടെ വരുമായിരുന്നോ എന്ന് ചോദിച്ചു. പങ്കജ ഞാൻ സംസാരിച്ചതാണ്. അല്ല പിന്നെ പൂജയുടെ നിർബന്ധം കാരണമാണ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. നിർബന്ധം എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ടെങ്കിലേ കൂടുതൽ സംസാരിക്കാൻ നിൽക്കല്ലേ. കാശ് വാങ്ങി പോയതല്ലാതെ അങ്കിൾ വേണ്ട രീതിയിൽ അപ്പുവിനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അപ്പുവും പൂജയും തമ്മിൽ ഒരു കാരണവശാലും അടുക്കരുത്. അങ്ങനെ അടുത്താൽ ശരിയാവില്ല. അപ്പുവിനെ കൊണ്ട് എന്തെങ്കിലും കള്ളക്കഥകൾ ഉണ്ടാക്കി പൂജയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കാൻ പറഞ്ഞു. പൂജയെ എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാൻ നോക്കാൻ പറഞ്ഞപ്പോൾ പങ്കജ മോനെ ഞാനത് ചെയ്തോളടാ, നീ ടെൻഷൻ ആവല്ലേ എന്ന് പറഞ്ഞു. മോനെ പിന്നെ എനിക്ക് കുറച്ച് സമയം തരാൻ പറഞ്ഞു. സമയം അധികമൊന്നും തരാനില്ലെങ്കിലേ എല്ലാം പെട്ടെന്നായിരിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. രണ്ടുപേരെ അകറ്റുകയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ പൂജയോട് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞതല്ലേ, അവൾ എൻ്റെ കയ്യിലെത്തിയിരിക്കണം. പിന്നെ ഇടയിൽ അപ്പു എന്ന് പറയുന്ന തടസ്സം ഉണ്ടാകരുത്. ചെയ്യേണ്ടത് അങ്ങളെ ചെയ്തില്ലെങ്കിലേ ഞാൻ വേറെ വഴി നോക്കും, പറഞ്ഞേക്കാം. പിന്നെ തന്ന കാശൊക്കെ അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനേ രഞ്ജിതയുടെ മകനാ. ആ ഒരു ഗുണം എന്തായാലും എനിക്കുണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ പങ്കജ നീ ചുമ്മാ ഇങ്ങനെ ദേഷ്യപ്പെടാതെ നീ സമാധാനമായിട്ട് ഇരി. ഞാനല്ലേ പറയുന്നത്, വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തോളാമെന്നേ. ശരി, ഒരു 4-5 ദിവസം ഞാൻ നോക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരിട്ട് കാണേണ്ടി വരും കേട്ടോ അങ്കിളെ. ശരി മക്കളെ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ദീപു ഇങ്ങനെ നിന്ന് ആലോചിക്കാം. തൻ്റെ മകനെ തൊടാൻ ദീപു സമ്മതിക്കോ? ഒരിക്കലും ഇല്ല. ദീപു വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനന്യയും അതുപോലെ അനിരുദ്ധിനെയുമാണ്. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന ഒരു സൈഡിൽ അനന്യ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ സങ്കടപ്പെടരുത്, ഒക്കെ സംഭവിച്ചു പോയി, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, താനിങ്ങനെ വിഷമിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നു. കുഞ്ഞിനെ ഇനി നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ അനന്യ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുക. അമ്മ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ അനന്യ എന്തിനാ അതിന് അങ്ങനെ ഒരു മറുപടി പറഞ്ഞത്? അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? എന്തിനാ വെറുതെ എന്നെ കയറി ന്യായീകരിക്കാനൊക്കെ പോയത്? അബോർഷൻ നടന്ന ദിവസം നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെയല്ലേ? അതിനു മുൻപും എല്ലാ ദിവസവും നമ്മൾ തമ്മിൽ വഴക്കായിരുന്നില്ലേ എന്ന് അനിരുദ്ധ് ചോദിച്ചു. ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നിൻ്റേതായ കുറ്റബോധം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നൊക്കെ നീ ഒരുപാട് ഏകാന്തത അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം എന്തിനാ ഇനിയും അതൊക്കെ നമ്മൾ മറച്ചു പിടിക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ നമ്മൾ കള്ളം പറയുന്നത്? എൻ്റെ ഭാഗം എന്തിനാ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അല്ലെങ്കിൽ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ അനിരുദ്ധ എല്ലാം സ്വയം കേൾക്കുന്നത്? അന്ന് വഴക്കിന് ശേഷം അനിരുദ്ധ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. ആ വിഷമത്തിലായിരുന്നു ഞാൻ. അന്ന് ഗോവണിപ്പടിയിൽ നിന്ന് ഞാൻ വീഴുകയാണ് ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞു. ആ വീഴ്ച അബോർഷന് കാരണമായതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു. ഞാനൊരല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നല്ലോ അനിരുദ്ധയെന്നും പറഞ്ഞുകൊണ്ട് അനന്യെ കരയണം. എൻ്റെ കുഞ്ഞിനെ കൊന്നത് ഞാനാ, ഈ ഞാൻ തന്നെ, അനിരുദ്ധല്ല. ഒരിക്കലും അത് അനിരുദ്ധ ഏൽക്കുകയും വേണ്ട. ഞാനാ അതിന് കാരണക്കാരിയെന്നും പറഞ്ഞു ഈ കരച്ചിൽ. അങ്ങനെ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്ത് എത്ര കാലമായി എല്ലാവരുടെയും പഴി അനിരുദ്ധ കേൾക്കാൻ തുടങ്ങിയിട്ട്, ഇനിയും അത് കേൾക്കേണ്ട കാര്യമില്ലെന്ന് അനിരുദ്ധനോട് പറഞ്ഞു അനന്യെ താൻ ഇങ്ങനെ ആവല്ലേ, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിന് പകരമാവില്ല എന്തു സംഭവിച്ചാലും. എങ്കിലും നമുക്കൊരു പൊന്നുമോളെ തന്നില്ലേ, അവൾക്ക് വേണ്ടി നമുക്ക് ജീവിച്ചൂടെ, നമുക്ക് സന്തോഷത്തോടെ ഇനി അങ്ങോട്ട് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് അനിരുദ്ധ ഇങ്ങനെ സമാധാനിപ്പിക്കുക. കരയരുതെന്നും പറഞ്ഞ് അനന്യയെ ചേർത്ത് നിർത്തുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ സങ്കടങ്ങളൊക്കെ അവിടെ പറഞ്ഞ് പെയ്ത് തീർക്കുവാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പൂജ കേട്ടോ. പൂജ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കാം.
അപ്പോൾ അപ്പോൾ അതിലിറങ്ങി വന്നു. ഇന്ന് കണ്ടിട്ട് ലീവായ ലക്ഷണം ഉണ്ടല്ലോ, പൂജയും കൂട്ടി എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ, ഇവിടെ ഒന്ന് നേരാവണ്ണം സംസാരിക്കാൻ പോലും പറ്റില്ല, എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അച്ഛനും അമ്മയും വന്നോളൂ, ഒരു കാര്യം നടക്കുകയല്ലെന്നും പറഞ്ഞുകൊണ്ട് നേരെ പൂജയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ എന്താ ഇന്ന് ഭയങ്കര ബിസിയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഉള്ള ജോലികളെല്ലാം കൂടി എൻ്റെ തലയിലേക്ക് പങ്കജ് വെച്ചു തരുമെന്ന് പറഞ്ഞു. അല്ല, എപ്പോഴും ഇങ്ങനെ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലതല്ല കേട്ടോ എന്ന് അപ്പു. വീക്കെൻഡിലെങ്കിലും ഒന്ന് പുറത്തൊക്കെ പോയി വരുന്നത് നല്ലതല്ലേ എന്ന് അപ്പു. ഇത് കേട്ടോണ്ട് ദീപു അങ്ങോട്ടേക്ക് വന്നു. അത് ശരിയാ, സത്യം പറയാലോ അടുത്ത കാലത്തായി ഔട്ടിങ്ങിനൊന്നും പോവാറേ ഇല്ലെന്നൊക്കെ നമ്മുടെ പുള്ളിക്കാരി പറഞ്ഞു. അപ്പോൾ നേരത്തെ ഇവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കൊക്കെ പൂജയെ പുറത്ത് കൊണ്ടുപോകുമായിരുന്നു എന്ന് പറഞ്ഞപ്പം ശരിയാ, ഇത് ദീപുവിന് ചങ്കിടിക്കാൻ തുടങ്ങി. താനിപ്പോൾ എന്താ ഫ്രീ ആണോ, നമുക്കെന്നാ ഒന്ന് ഔട്ടിങ്ങിന് പോയാലോ? അപ്പോഴേക്കും ദീപു ഞെട്ടി. അതിനെന്താ നമുക്ക് പോവാലോ എന്ന് പൂജയെ സമ്മതിച്ചു. പെട്ടെന്ന് ദീപു ഇങ്ങനെ നോക്കുക, അത് തടയണമല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ചിത്ര അങ്ങോട്ടേക്ക് വന്നു. രണ്ടുപേരും എവിടെ പോവാണെന്ന് ചോദിച്ച. പുറത്തേക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി, ആൻറ്റിയും കൂടെ പോന്നോളാൻ പറഞ്ഞു പൂജ. അപ്പം ഞാനും വരാം, ഞാനും പുറത്തൊക്കെ പോയിട്ട് ഒത്തിരി ആയെന്ന് പൂജ പറയാം. ഇപ്പോൾ ദീപുവായിട്ടിന് അതിനൊന്നും വലിയ ശ്രദ്ധയില്ലെന്നൊക്കെ പറഞ്ഞപ്പം അപ്പുവിൻ്റെ മുഖം അങ്ങ് വാടി. അപ്പോഴേക്കും ചിത്ര അപ്പുവിനെ ശ്രദ്ധിച്ചു. പെട്ടെന്ന് കാര്യം മനസ്സിലായി ചിത്രയ്ക്ക്. ചിത്ര എന്നിട്ടൊരു ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുക. അപ്പോൾ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്, പെട്ടെന്ന് റെഡി ആവേൻ്റെ ആൻറ്റി. അപ്പോൾ ഞാൻ വരുന്നില്ല മോളെ, എനിക്കിവിടെ കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞു. എന്തു ജോലി? ഒരു ജോലിയും വേണ്ട, അടുക്കള ജോലിയല്ലേ, അതൊക്കെ വിട്, നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. ദീപു നിന്ന് ഇങ്ങനെ ടെൻഷനാവുക. ഇവർ രണ്ടുപേരും ഇന്ന് ഒരിടത്തും പോകരുതെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക. അപ്പോൾ എന്നെ നിർബന്ധിക്കേണ്ട, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ രണ്ടുപേരും ചെല്ലാനൊക്കെ പറഞ്ഞ് ചിത്ര പറഞ്ഞപ്പം പൂജ എന്തിനാ വെറുതെ അമ്മയെ നിർബന്ധിക്കുന്നത്, നമുക്ക് പോയിട്ട് വരാം, നീ വേഗം റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. അല്ല, നിങ്ങൾ ബീച്ചിൽ മറ്റുമാണോ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതെ. ഓ എന്നാൽ ഞാനും വരും എന്ന് നമ്മുടെ ദീപു. ഓഹ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പു. അല്ല, ഞങ്ങളെ ബീച്ചിൽ പോകുന്നില്ല, കടലാക്രമണമുണ്ട്, ഞാനത് മറന്നുപോയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങളെവിടെ പോവുക? പാർക്കിൽ പോവും, പിന്നെ ഒരു സിനിമയ്ക്കും പോകും. സിനിമയ്ക്ക് പോകണ്ടോ? അയ്യോ എന്നാൽ ഞാനും വരാം, ഞാൻ സിനിമയെ കണ്ടിട്ട് ഒത്തിരി നാളായെന്ന് പറഞ്ഞു. ഞാനും ചിത്രയും വരുന്നുണ്ട്, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആടിച്ച് പൊളിച്ചൊരു സിനിമയൊക്കെ കാണുമെന്ന് പറഞ്ഞ് ദീപു ഇങ്ങനെ ഇടയ്ക്ക് കയറുമ്പോൾ ചിത്ര എന്നിട്ട് പറഞ്ഞു, എന്താ ദീപു ഏട്ടാ ഇതൊരു മര്യാദയില്ലാതെ, കുട്ടികൾ പോയിട്ട് വരട്ടെ എന്ന്. അതെന്താ എൻ്റെ ചിത്രയെ ഒന്നും നമ്മൾ പിന്നത്തേക്ക് നീട്ടി വെക്കരുത്, നീ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാനെന്തായാലും ഇവരുടെ കൂടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിൾ വന്നു, ആരാ പറഞ്ഞ വരണ്ടെന്ന്? ഓ അപ്പൂൻ്റെ ഒരു കാര്യവും നടന്നില്ല കേട്ടോ, ഇതാണ് ഈ കിട്ടിയ ചാൻസ്, നീ കളയരുതെന്ന് പറഞ്ഞപ്പം പൂജ ഞാനത് മറന്നു, പിന്നെ ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് അപ്പു നൈസായിട്ട് ഒഴിവായി അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്കും വിഷമായി. ഏതായാലും ദീപു ഉദ്ദേശിച്ച കാര്യം നടന്നു. ദീപു ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ, നിങ്ങളെ കൊണ്ട് തോറ്റല്ലോ മനുഷ്യെന്നും പറഞ്ഞ് ചിത്രയും. പിന്നെ കാണിക്കുന്നതോ സരസ്വതി അമ്മ ഇങ്ങനെ വിഷമിച്ച് കട്ടിലേക്ക് കിടക്കുന്നു. അപ്പോൾ പങ്കജ് അങ്ങോട്ടേക്ക് ചെല്ലുക. ഇരിക്കുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞു. എന്താ മോനെ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഒരു മോൻ. എന്താ മോനേന്നോ? ഓ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലുണ്ടല്ലോ നിങ്ങളെടുത്ത് വെളിയിലിട്ടേനെ. എന്താണ് പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? നിങ്ങൾക്കൊന്നും അറിയില്ലേ? പൂജ ഇവിടെ താമസിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പൂജ എവിടെയാണെന്ന് ചോദിച്ചു. വാക്ക് തന്നതല്ലേ നിങ്ങളെനിക്ക്, എന്നിട്ട് നിങ്ങൾ എന്തു പണിയാണ് കാണിച്ചത്? എന്നെക്കൊണ്ട് കാല് വരെ നിങ്ങൾ തടവിപ്പിച്ചില്ലേ, എന്നിട്ട് അവൾ എവിടെയാ? നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? നിങ്ങളുടെ വാക്കും കേട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകാൻ പോയാൽ ഞാൻ നാണം കേട്ടു. അവളെയും കൊണ്ട് അപ്പു പോകുമ്പോൾ അവൻ എന്നെ നോക്കിയൊരു ചിരി ചിരിച്ചു. നിങ്ങൾക്കറിയാവോ, ഞാനായതുകൊണ്ടൊക്കെ അറിയാതിരുന്നത്. മോനെ നീ എന്നെ ശാപിച്ചു കൊല്ലല്ലേടാ, എനിക്കിനിയും കുറേ കാലം ജീവിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടടാ. ഞാൻ പറഞ്ഞതാ മോനെ അവളോട് ഇവിടെ താമസിക്കണമെന്ന്, പക്ഷെ അവൾ കേട്ടില്ല. അവൾ ശരിക്കും മനഃപൂർവ്വം തന്നെ ചെയ്തതാ. അപ്പം അച്ചമ്മേനെ പറ്റിച്ചു. സുമിത്ര ആൻറ്റിയോട് വേണ്ട രീതിയിൽ പറഞ്ഞില്ല. എന്താ ശരിയല്ല അച്ചമ്മേ എന്ന് ചോദിച്ച് ഇവർ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നതും കേട്ട് സുമിത്ര അങ്ങോട്ടേക്ക് വന്നു. സുമിത്രയെ കണ്ടപ്പോഴേക്കും സരസ്വതിയുടെ വായ അടഞ്ഞു. അപ്പോൾ സരസ്വതിക്കുള്ള ജ്യൂസുമായിട്ട് വന്നതാ സുമിത്ര. പങ്കജ് പിന്നെ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പോൾ എന്താ എന്നോട് വേണ്ട രീതിയിൽ പറയാനിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, നീ ആ ജ്യൂസ് ഇങ്ങ് താ എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് മേടിച്ച് സരസ്വതി അമ്മ കുടിക്കുന്നു. അപ്പോൾ ഞാൻ ആൻറ്റിയുടെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു എന്ന് പങ്കജ് എന്താണെന്ന് സുമിത്ര ചോദിച്ചപ്പോൾ പറഞ്ഞു. ആൻറ്റി ഇവിടെ ഇഷ്ടമില്ലാത്ത രീതിയിലല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാലം സുഖമാകണമെന്ന് പറയായിരുന്നു. വിഷമമൊന്നും വിചാരിക്കേണ്ട ആൻറ്റി, ഞാനൊക്കെ എവിടെ ഇല്ലേ എന്നും ചോദിച്ച് പങ്കജ് ഇങ്ങനെ നല്ലവനായി ചമയും കേട്ടോ. ഇത് സ്വന്തം വീട് പോലെ കരുതിയാൽ മതി, ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് സുമിത്ര ഇങ്ങനെ ചിരിക്കുവാണേ. അപ്പോൾ എന്താ ആൻറ്റി ചിരിക്കുന്നത്? നിൻ്റെ അമ്മയും ഇപ്പോഴും എന്നോട് ഇത് തന്നെയാണ് പറഞ്ഞത് അടുക്കളയിൽ വെച്ചേ. ശരി, ഞാൻ സ്വന്തം വീട് പോലെ തന്നെ കരുതിക്കോളാം കേട്ടോ എന്ന് സുമിത്ര പറഞ്ഞപ്പം ഞാൻ പോയിക്കോട്ടെ ആൻറ്റി, എന്നാൽ നിങ്ങൾ സംസാരിക്കേ എന്ന് പറഞ്ഞിട്ട് പങ്കജ് അവിടെ നിന്ന് നൈസായിട്ട് അങ്ങ് ഒഴിവായി. സുമിത്രയെ അന്നേരം സരസ്വതിയമ്മ ഇങ്ങനെ തുറച്ചു നോക്കുക.
സരസ്വതി ആരാണെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് അറിയാമല്ലോ. സുമിത്ര ഒന്നും മിണ്ടിയില്ല. സരസ്വതിക്ക് മനസ്സിലായി, സുമിത്രയ്ക്ക് എന്തോ മനസ്സിലായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ശീതളിനെയാണ്. ശീതൾ സച്ചിൻ്റെ അടുത്ത് എന്നിട്ട് വീട് വരെ പോകണം എന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ രഞ്ജിതാൻറ്റിയുടെ വീട് വരെ പോയിട്ട് ഒന്ന് വരാം. രഞ്ജിതാൻറ്റിയോ? അതേതാ പുതിയ ആൾ? രഞ്ജിതാൻറ്റി രോഹിതാങ്കിളിൻ്റെ അനിയത്തി. ഓ, അമ്മയുടെ രണ്ടാം ഭർത്താവിൻ്റെ അനുജത്തി അല്ലേ? അവർ നീയും തമ്മിൽ എന്താ ബന്ധമുള്ളതെന്നൊക്കെ ചോദിച്ചു. എന്തിനാ നീ ഇപ്പം അവിടെ പോകുന്നത്? അച്ഛമ്മ അവിടെയാണ് ഉള്ളതെന്നുള്ള കാര്യം പറഞ്ഞു. ഒരു ആക്സിഡൻറ്റ് പറ്റി നടക്കാൻ വയ്യാതെ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നീ അറിയുന്നുണ്ടല്ലോ. ആരാണാവോ ഈ വിവരങ്ങളൊക്കെ കൃത്യമായിട്ടങ്ങ് എത്തിച്ച് തരുന്നത്? വേണ്ട, ഇപ്പം നീ ഇവിടുന്ന് പോവണ്ട. അവരെന്തിനാ ആ സ്ത്രീയുടെ വീട്ടിൽ കിടക്കുന്നത്? അവർ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചപ്പം രഞ്ജിതാൻറ്റിയുടെ ഹസ്ബൻഡ് ഓടിച്ച കാറാ അച്ഛമ്മയുടെ കാലിൽ ഇടിച്ചത്. അപ്പം അച്ഛമ്മയെ പരിചരിക്കാൻ നിൻ്റെ അമ്മയും അവിടെ കാണുമല്ലോ. നീ തൽക്കാലം അങ്ങോട്ട് പോകണ്ട. അച്ഛമ്മയെ കാണാനെന്നുള്ള പേരിൽ നീ കാണാൻ പോകുന്നത് നിൻ്റെ അമ്മയെ തന്നെയല്ലേ? എനിക്കറിയില്ലേടി നിന്നെന്ന് സച്ചിൻ. ഞാൻ അമ്മയെ കാണാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. എനിക്ക് പോയേ പറ്റുമെന്ന് ശീതൾ പറഞ്ഞപ്പോൾ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ നീ വെറുതെ വാശി പിടിക്കുന്നത്? അതിൻ്റെ ഒരു കാര്യമില്ല ശീതളെ, നീ പോവണ്ട. കുറേ കാലം ഈ അമ്മയും അച്ഛമ്മയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എവിടെയായിരുന്നു? അന്നൊക്കെ നീ ഇവിടെ ജീവിച്ചിരുന്നില്ലേ? ഇപ്പം എന്താ ഒരു പ്രത്യേകത? നീ പോവണ്ട. ഇപ്പം എന്തിനാ ഈ ബന്ധം പറഞ്ഞ് നീ പോകേണ്ട കാര്യം എന്താ? ആരെയും നീ കാണണ്ട, പ്രത്യേകിച്ച് നിൻ്റെ അമ്മയെ നീ കാണണ്ട എന്നും പറഞ്ഞു. എൻ്റെ അനുവാദമില്ലാതെ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ നിൽക്കരുത്. പുറത്തെങ്ങാനും ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നീ ഇവിടേക്ക് തിരിച്ചു വരേണ്ടതില്ല എന്നും പറഞ്ഞു മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ശീതളെല്ലാം പേടിപ്പിച്ചിട്ട് സച്ചിൻ അവിടെ നിന്ന് പോയി. ശീതളിരുന്ന് ആകെ വിഷമിക്കുക. ഒരു രക്ഷയില്ല, മനസ്സിനൊരു സമാധാനവും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേ നമ്മുടെ പൂജയെ തന്നെ കേട്ടോ. പൂജ ഇങ്ങനെ നിൽക്കുന്നു, ഫോണിലേക്ക് കോള് വന്നു. അപ്പോൾ സുമിത്രയാണ് വിളിച്ചത്. അമ്മേ, ഞാൻ അമ്മയെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഇന്ന് എനിക്ക് ലീവാ, ഞാൻ അവിടേക്ക് വരട്ടെ എന്നൊക്കെ ചോദിച്ചു. ഇന്ന് എനിക്ക് അമ്മയെ ഒന്ന് കാണണോ അമ്മേ? അമ്മയെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ മോളെ ഇന്ന് നീ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു സുമിത്ര. നീ ഇന്ന് നമ്മൾ ബലികർമ്മം ചെയ്ത ക്ഷേത്രത്തിലേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞു. എന്തിനാ അമ്മേ? അന്ന് ഞാൻ കണ്ടത് അനിരുദ്ധിനെ തന്നെയാണെന്ന് എൻ്റെ മനസ്സ് ഇങ്ങനെ പറയുന്നുണ്ട് മോളെ ദേ നീ ചെന്ന് ഒന്ന് അവിടെ അന്വേഷിക്കണം. ഇപ്പോൾ ആരോടാമ്മേ ഞാൻ അന്വേഷിക്കുക? അവിടെ ചെന്ന് മാനേജറെ കാണണം. അവിടുത്തെ CCTV ഫോട്ടേജൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ അവൻ്റെ എങ്ങാനും പതിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമല്ലോ. മാത്രമല്ല അവിടുത്തെ പൂജാരിയെ മോളൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ, ആ ചിന്തയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ടെൻഷൻ ആവണ്ട, ഞാനത് അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു പൂജ. അമ്മ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു. ഈ ഒരു ഇത് സംസാരിച്ചിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പൂജ ഇപ്പുറത്തേക്ക് മാറിയിട്ട് ഞാൻ തന്നെ അമ്പലത്തിൽ പോയി എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ അവരോട് എന്ത് പറയാനാ, ഒരാളും കൂടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ പൂജ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ആലോചിക്കുക ആരെയാ കൂടെ കൂട്ടുക എന്നുള്ളൊരിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ എടുത്ത് ഒരാളെ വിളിക്കുന്നു. ആരെങ്കിലും കൂടെ വേണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ദേ നമ്മുടെ പൂജ ഫോൺ എടുത്ത് പങ്കജിൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ പങ്കജിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അപ്പോൾ പങ്കജിൻ്റെ ഫോണിൽ കോള് വന്നപ്പം ഭയങ്കര സന്തോഷമായി. വേഗം ചാടി കോൾ എടുത്തു. എന്താ പൂജ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരിടത്ത് പോകാനുണ്ട്, അതിനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. തനിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി, ഏത് നരകത്തിലേക്കാണെങ്കിലും ഞാൻ വരുമെന്ന് പറഞ്ഞു പങ്കജ്. പറ എവിടെയാണ് തനിക്ക് പോവേണ്ടത്? അപ്പോൾ നരകത്തിലൊന്നുമല്ല പോവേണ്ടത്, ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ ഒരാളെ തിരക്കി പോവാണെന്ന് പറഞ്ഞപ്പം ആരെ തിരക്കിയാണ് പോകുന്നത്? അതൊക്കെ ഞാൻ നേരിട്ട് പറയാം പങ്കജ്. അത് കേട്ടപ്പോഴേക്കും അവർ ദീപുവും അതുപോലെ ചിത്രയും പിറകിൽ വന്നിരുന്നത് കേൾക്കുക. ഇവർക്ക് രണ്ടുപേർക്കും ആകെതായി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂർ ഇതേ വരുന്നു എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. റെഡിയായി നിന്നോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ അടുത്തേക്ക് വന്നു. എന്തിനാ മോള് ക്ഷേത്രത്തിൽ പോകാൻ പങ്കജിനെ വിളിച്ചത്? ഞാൻ കൂടെ വരുമായിരുന്നല്ലോ. ആൻറ്റിയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാണെന്ന് അന്നേരം പൂജ പറഞ്ഞു. അപ്പോട്ടിനെ കൂടെ കൂട്ടാന്നാണ് കരുതിയത്. അപ്പോട്ടിനിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അതാ പങ്കജിനെ വിളിച്ചത്. ആരെ തിരക്കിയ മോള് ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് ചോദിച്ചപ്പം അനിരുദ്ധേട്ടനെയാണെന്ന് പറഞ്ഞു. ദീപു ഞെട്ടി. ദീപുവിൻ്റെ പണി തീർന്നു. അനിരുദ്ധനെയോ? അതെന്തിനാ? അതിന് അനിരുദ്ധ നാട്ടിലുണ്ടോ? അന്ന് ക്ഷേത്രത്തിൽ ബലികർമ്മം ചെയ്യാൻ പോയത് അനിരുദ്ധേട്ടനെ തന്നെയാണോ എന്നുള്ളൊരു സംശയം അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദീപു നിന്ന് പിറയ്ക്കാൻ തുടങ്ങിയിട്ടോ. എന്നോട് ക്ഷേത്രത്തിൽ ചെന്ന് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുക, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞപ്പം ഈ ചേച്ചിയുടെ ഒരു കാര്യമേ, അനിരുദ്ധ നാട്ടിലില്ലല്ലോ, പിന്നെങ്ങനെയാ? വിദേശത്ത് എവിടെയോ അല്ലേ മോളെ ഉള്ളത്? പിന്നെ എങ്ങനെയാ കാണുന്നത്? ഈ വിദേശത്തുള്ള ആളെങ്ങനെ ക്ഷേത്രത്തിൽ വരും? അമ്മയുടെ സംശയം തീർത്തു കൊടുക്കാം, നമുക്കെന്താ പ്രശ്നമൊന്നുമില്ലല്ലോ. അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ക്ഷേത്രത്തിൽ പോയി ചെന്നൊന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം ആരോട് നമ്മൾ അന്വേഷിക്കും? ക്ഷേത്രത്തിൽ അന്ന് 100 കണക്കിന് ആൾക്കാർ വന്നതല്ലേ, അവരോട് ആരോട്
അതിനൊക്കെ വഴിയുണ്ട് എന്നും പറഞ്ഞിട്ട് പൂജ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നു. അത് കേട്ട് നെഞ്ചിടിപ്പോടുകൂടി ദീപു ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.